ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായി ഇരിക്കാം എന്നാണ്. നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിതിനായി കുറച്ച് ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമായി നമുക്കൊരു ടു ഡു ലിസ്റ്റ് റെഡിയാക്കാം. നമ്മൾ ടു ഡു ലിസ്റ്റ് റെഡിയാക്കുമ്പോൾ നമുക്ക് കറക്റ്റായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് കാര്യങ്ങൾ വേഗത്തിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ആദ്യമായിട്ട് റെഡിയാക്കുക. അടുത്തതായി നമ്മൾ സോഷ്യൽ മീഡിയാസ് ഒഴിവാക്കാൻ നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയുടെ സമയം ക്രമീകരിക്കാം. റീൽസൊക്കെ കാണുന്നത് കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാം. നമ്മൾ രാവിലെ തന്നെ ഒന്ന് കുളിച്ച് നോക്കൂ, നല്ല ഒരു എനർജി നമുക്ക് കിട്ടും. കൂടുതൽ പ്രൊഡക്റ്റീവായിരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഒരു സമയത്ത് തന്നെ പല രീതിയിലുള്ള ജോലികൾ ചെയ്താലോ. കിച്ചൺ ക്ലീൻ ചെയ്യാം, മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ കുളിക്കുന്ന സമയത്ത് തന്നെ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജോലികളൊക്കെ ഈസി ആയിട്ട് തീരുന്നത് നമുക്ക് തോന്നാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജോലി എടുക്കുന്ന പ്ലേസൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുക. ഇപ്പോൾ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാം, റൂംസ് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഉറങ്ങി എണീച്ചിട്ടുടനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, ഹാള്, വർക്ക് ഏരിയ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കാം. വീടിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു 10 മിനിറ്റെങ്കിലും എടുത്താൽ മതിയാകും. ഈ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ ലൈഫ് സ്മൂത്തായി പ്രൊഡക്റ്റീവായി പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടേതായ പ്രാർത്ഥനകളൊക്കെ ചെയ്യാവുന്നതാണ്. നന്ദിയുള്ളവരായിരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.